ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാൻ ഫത്തേ മിസൈലുകൾ പ്രയോഗിക്കുക മാത്രമല്ല ഇന്ത്യൻ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയ അമൃത്സറിൽ ഇന്ന് രാവിലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖാസ കന്റോൺമെന്റിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇപ്പോൾ ബി ബാലഗോപാൽ രജൌരിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബാലു, അഭിലാഷ്, ഇന്ന് പുലർച്ചെ ഉണ്ടായ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ തകർന്ന ഒരു വീടിന് സമീപത്താണ് വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇവിടെ ഈ വാതിലുകൾ ഒക്കെ തകർന്നിരിക്കുകയാണ്. ഈ വീട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവിടെ ഈ കനത്ത സ്ഫോടന ശബ്ദം ഉണ്ടായത്. തുടർന്ന് ഈ പ്രദേശത്താണ് ഈ പാകിസ്ഥാന്റെ അവരുടെ ഈ ഷെല്ലിങ്ങിൽ അവരുടെ ഈ സ്ഫോടക വസ്തുക്കളും മറ്റും വീഴുന്നത്. ഒരു സൈക്കിളാണ് നമ്മൾ കാണുന്നത്. ഈ വീട്ടിലെ കുട്ടിയുടെ സൈക്കിളായിരുന്നു ആ സൈക്കിൾ. അതുപോലെ തന്നെ ഇതൊരു 4 നില കെട്ടിടമാണ്. ആ 4 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം വലിയ ആഘാതമാണ് ഈ സ്ഫോടനത്തിൽ ഈ വീടിന് ഉണ്ടായിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഈ ഷെല്ലിംഗ്, അതായത് ഈ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന രജൌരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നിലാണ് ഇത്തരത്തിലൊരു ഷെല്ലിംഗ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ജഗദീഷിനോട് പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഈ തൊട്ടടുത്തുള്ള ഈ ഷെല്ല് പതിച്ച സ്ഥലം നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ വന്ന് നമുക്ക് ഒന്നുകൂടി ആ ദൃശ്യം നോക്കാം. തൊട്ടടുത്തുള്ള വീട്ടിൽ ഈ ഭാഗത്താണ് ഈ പാകിസ്ഥാന്റെ ഷെല്ല് വന്ന് പതിച്ചിരിക്കുന്നത്. തുടർന്ന് ഇതിന്റെ ചുറ്റുവട്ടത്തുമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആർക്കും ഇവിടെ ആളപായം ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. कितने बजे अस्सलाम वालेकुम। ये 5 बजे हुआ है। ये आज सुबह हम नमाज पढ़ते उसके बाद ही आवाज़ आई है। ये यहाँ पर कोई रहता नहीं है, गाँव में गए हुए हैं। बाकी बच्चे वगैरह सब डर गए हैं यहाँ पर, और हम भी डर गए हैं सब वगैरह। बाकी ये डैमेज हो गया, उधर घर भी टूट गए, आधे शीशे वगैरह, बच्चे हैं छोटे डर गए हैं आधे। आप देखो फिर इस मकान में कोई नहीं था? नहीं था, वो गाँव गए। वो गाँव गए। और आवाज कितना जोर से आया? आवाज तो बहुत जोर से आया था। 5:30 पहले उधर आया आवाज, उधर कहीं पर, फिर यहाँ पर आया एकदम पूरा काम, मतलब जगह पूरी हिली। ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ ശബ്ദത്തിലാണ് ഈ സംഭവം, ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരോട് നമുക്ക് പ്രതികരണം തേടാവുന്നതാണ്. അവരാരും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ബാലു, ഞാൻ ബാലുവിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് കണ്ട ഈ ദൃശ്യങ്ങൾ, അത് ജയ്സാൽമേറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്ന ചില റിപ്പോർട്ടുകൾ, ഡിഫൻസ് എക്സ്പെർട്ടുകൾ തന്നെ പറയുന്നത് ഇത് ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ബൂസ്റ്റർ ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം അത് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം.